ക്രിസ്ത്യാനിറ്റിയിൽ ക്രോസിൻ്റെ സിമ്പിൾ പോലെ പ്രധാനപ്പെട്ടതാണ് ഫിഷിൻ്റെ സിമ്പിൾ. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫിഷിൻ്റെ സിമ്പിളാണ് ഈ ക്രിസ്ത്യൻസ് അവരുടെ വീടുകളുടെ കട്ടിലപ്പടിയിൽ, അവരൊരുമിച്ച് കൂടുന്ന കാറ്റക്കോംസിൽ, അവരുടെ വിശുദ്ധരുടെ അടക്കം ചെയ്ത കല്ലറകളിലൊക്കെ എൻഗ്രേവ് ചെയ്തിരുന്നത്. അത് കണ്ടിട്ടാണ് ക്രിസ്ത്യാനികളെന്ന ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത്. ഫിഷ് ഒരു സ്ട്രോങ് സിമ്പിളാണ്. കരയിൽ രാജാവുണ്ട്, കാട്ടിൽ രാജാവുണ്ട്, പക്ഷെ കടലിൽ രാജാവില്ല. ഇപ്പോൾ രാജാവില്ലാത്ത കൂട്ടാണ് ഫിഷ് എന്ന് പറയുക. അപ്പോൾ ഫിഷ് ഒരു സ്ട്രോങ് സിമ്പിൾ. ഫിഷിന് ഗ്രീക്കിൽ പറയുന്നത് ഇക്തൂസ് എന്നാണ്. ഇക്തൂസ് എന്ന് ഇങ്ങനെ ഗ്രീക്ക് ലെറ്റേഴ്സ് എഴുതുമ്പോൾ അതൊരു അക്രോണിയമാണ്. ജീസസ് ക്രൈസ്റ്റ്, ഗാഡ് സൺ സേവിയർ. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനും. അപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു മത്സ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സുവിശേഷങ്ങളിൽ അപ്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ കാണുന്നു മത്സ്യത്തിന് കൂടുതൽ പ്രാധാന്യം. ഇന്നലത്തെ ഗോസ്പലിലും ഈശോ വർത്തമീൻ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു ശിഷ്യന്മാർ മത്സ്യം കൊണ്ട് കരയിലേക്ക് കയറുമ്പോൾ അവിടെ തീ കൂട്ടിയിരിക്കുന്നതും മത്സ്യം ഇരിക്കുന്നത് കണ്ടു. മത്സ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ അപ്പത്തെക്കുറിച്ച് പറയാം. ഇപ്പം മത്സ്യം എന്താണ്? അത് ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ്. കനലിലിരിക്കുന്ന മത്സ്യം അത് ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തുവാണ്, ബലിയാണ്. അപ്പം വചനമാകുമ്പോൾ മത്സ്യം ബലിയാണാവുന്നത്. യഹൂദ മതത്തിൽ ഇത് രണ്ട് സ്ഥലത്താണ് നടന്നിരുന്നത്. അവർ തോറ പഠിപ്പിച്ചിരുന്ന സിനഗോഗിലാണെങ്കിൽ ബലി നടന്നിരുന്നത് ദേവാലയത്തിലാണ്. ക്രിസ്തു അത് രണ്ടും ഒന്നാക്കാണ്. അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയാം. വചനം മുറിക്കലും ബലി നടക്കലും ഒരു വേദിയിലാവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കടൽ തീരത്ത് നടന്നത് ക്രിസ്തു അർപ്പിച്ച കുർബാനയാണ്.